ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഡേ ഇൻ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇപ്പോൾ രാവിലെ സമയം എത്രയെന്ന് വെച്ചാൽ 11 മണിക്ക് ആവാനായിട്ടാ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഷെൻഡൂരിന് വാക്സിൻ എടുക്കാണ്ട്, നമുക്ക് 5-ാം വയസ്സിലെ വാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെക്കേഷനിൽ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നമ്മളിവിടെ എന്താണ് മദ്രസയിൽ വാക്സിനും എല്ലാം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാക്സിനും ഇവിടെ ലാസ്റ്റ് വൈറ്റമിൻ എ ആണ് ഇന്നുള്ളത്. അപ്പോൾ 5 വരെയുള്ള വൈറ്റമിൻ എ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും ഇന്ന് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അത് 12 മണി വരെ ഇല്ലു. അപ്പോൾ അതിനുള്ളിൽ ഇപ്പോൾ ഞാൻ കത്തറ എടുക്കാം. ഞാൻ രാവിലത്തെ പണിയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഉച്ചയോളം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അയച്ചു ഓൾക്ക് ഇന്നലെ നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞു. ഷെൻഡൂറിന് നെയ്ച്ചോറാണ് വേണ്ടതെന്നാണ്. അപ്പോൾ ഉച്ചക്കോളം നെയ്ച്ചോറും കോഴിക്കറിനും ആക്കാൻ വെച്ച് രാത്രി ഇറച്ചിക്കടുമ്പ്, അതായത് ആണപ്പത്തിലാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുക്കർ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഷെൻജോയോട് അങ്ങനെ വാക്സിൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് പണ്ടൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറിയൊരു പേടി വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കുന്ന ടൈമിൽ ആണ് സിസ്റ്റർമാർ നരവ് കിട്ടാത്തതുകൊണ്ട് 2-3 തവണ ഇങ്ങനെ കുത്തി ട്രൈ ചെയ്ത്. അപ്പോൾ അതോടെ ഒക്കെ കുറച്ചൊരു പേടി വന്നു. അപ്പോൾ അത് സിസ്റ്റർമാർക്ക് അവിടെ എന്താ എപ്പോഴും ഇപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് മാറി തോന്നുന്നു ലാബിലത്തെ. അവരെന്തോ ഒരു ശരിയില്ലാത്തപ്പോൾ തോന്നി. അപ്പോൾ അവർ മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ ഷെൻഡൂർ കഴിഞ്ഞ ശേഷം കുറച്ച് പേടി അധികമാണ് കേട്ടോ. അപ്പോൾ പിന്നെ പക്ഷെ വേറെ അടുത്ത് നിന്ന് എടുത്തപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ട പെട്ടെന്നായിന്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഷെൻഡൂരിനെ പേടിയൊന്നും ഉണ്ടാവും. ഷെൻഡൂർ ഭയങ്കര ധൈര്യമല്ലേ, സൂചിയൊക്കെ വെക്കാൻ വേണ്ടി എന്നാൽ നമ്മൾ കുറച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പക്ഷേ വെക്കുന്ന ആ ഒരു നിമിഷത്തിൽ മുഖഭാവമൊക്കെ മാറും കേട്ടോ. അത് ആൾക്കാർ ഒക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നിച്ച് തന്നെ ഇടുന്നത് കേട്ടോ. ഇതുപോലെ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഉള്ളി എടുക്കാൻ മാറും. ഇതിലെടുക്കാന്ന് വെച്ചിട്ട് തന്നെ ഉണ്ടായത്. ഇനി എന്നാൽ മഞ്ഞൾപ്പൊടി, പിന്നെ മഞ്ഞൾ, ഉപ്പ്, ഗരം മസാല, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കയറി ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക്, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ. മുളക് കറി വെക്കുന്നതാണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നമ്മൾ കോഴിക്കറി റെഡിയാക്കാം. നമ്മളപ്പോൾ എടുത്തിട്ട് കാണിക്കട്ടെ. അപ്പോൾ എല്ലാം ഇങ്ങനെ റെസിപ്പി ആയിട്ട് പറഞ്ഞില്ല, നെയ്ച്ചോറ് വെക്കുമ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഉപ്പ് ആയോ നോക്കിയിട്ട് തിളക്കാണ്ട് വെക്കാം കേട്ടോ. അതായത് ഉപ്പ് മതിയായോ നോക്കി ആയോ നോക്കി. അപ്പം ഞാൻ വിചാരിക്കുന്നു എന്താണ് റെഡിയാടും എണ്ണ ഒടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. വാക്സിനും അതുപോലെ തന്നെ വൈറ്റമിൻ പുറത്തുപാട് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും അവർ ക്ലോസിങ്ങിൽ പോവാണ്. ഓക്കെ ഓക്കെ കറക്റ്റ്. നമുക്ക് തിളക്കാൻ വേണ്ടി മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ കറി ഇതെവിടെ ചെറുവിട റെഡിയാവുന്നുണ്ട്. ഓക്കെ അപ്പോൾ ആവശ്യത്തിന് മുളക് കറിയാണെങ്കിൽ ഞാൻ കുരുമുളക് അങ്ങനെ ഇടുന്നില്ല. വളരെ കുറച്ച് കുരുമുളക്, ഗരം മസാല നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കറി എത്രയാണോ ആക്കുന്നത് അത്ര അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. വെച്ചതുകൊണ്ട് നമുക്ക് വേഗം ഫുഡ് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ചിക്കൻ നേരത്തെ വാങ്ങിച്ച് കഴുകി വെച്ചതാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ പറയുന്നത് വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. രാവിലെ തന്നെ ഒരുപാട് ലെങ്തായെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് രാത്രി വരെ ഈ ഒരു വീഡിയോ എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയില്ല. ഓക്കെ ഇത് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇടാം. എന്നിട്ട് കുറച്ചൊന്ന് തള വരുമ്പോൾ നല്ല ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം കേട്ടോ. അടക്കാൻ സമയമായി. ഇനി നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവെക്കലാണ് ടാസ്ക്. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ ഇതിൽ ഈ പാത്രത്തിൻ്റെ ആണോ ഈ അടുപ്പിൻ്റെതാണോ എന്നറിയില്ല. നെയ്ച്ചോറ് പെട്ടെന്ന് റെഡി ആവില്ല. അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് വേവാത്ത പോലെ തോന്നുന്നു. ഞാൻ എപ്പോഴും എടുക്കുന്നതിനേക്കാൾ കുറച്ചധികം വെള്ളം എടുക്കണ്ട കേട്ടോ. നോട്ടൻ്റെ പാത്രത്തിൻ്റെ ആണോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ തീൻ്റെതാണോ അറിയില്ല, പെട്ടെന്ന് റെഡിയാവും. സോ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം കുറച്ചധികം എടുക്കും. വളരെ കുറച്ചധികം കേട്ടോ. സാധാരണ എടുക്കുന്നതിനൊക്കെ കുറച്ചധികം. നമ്മുടെ കറി കുക്കി കഴിഞ്ഞിട്ടുണ്ട്. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറി പോയിട്ട് വന്നിട്ട് തുറക്കാൻ വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ പ്രഷർ പോകണത്രയൊക്കെ വണ്ടി
വേസ്റ്റ് ബക്കറ്റ് കേട്ടോ. അപ്പം ഭയങ്കര യൂസ്ഫുള്ളാണത്. ഇതിൻ്റെ റേറ്റ് 485 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് പുറത്തേക്ക് കൊണ്ട് പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്താണ് വേസ്റ്റ് വരും. ഇത് കൊണ്ട് കളഞ്ഞ ശേഷം പ്ലാസ്റ്റിക് കഴുകാം. ഓക്കെ, കാരണം ഈ ഒരു ബാസ്ക്കറ്റിന് ഉള്ളിൽ തന്നെ നമ്മൾ ഇടുകയാണെങ്കിൽ ബാസ്ക്കറ്റിനുള്ളിൽ നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കാൻ കുറച്ചൊരു ഇതായിരിക്കും. എനിക്ക് കുറച്ചൊരു ഇതാണ് കേട്ടോ, എന്തോ പോലെ വിലയും അങ്ങനെ കാണുമ്പോൾ. അപ്പം പ്ലാസ്റ്റിക്കിലാവുന്ന ഇതിന് ഇങ്ങനെ ഒരു ടോപ്പാണ് വരുന്നത്. നമുക്കിങ്ങനെ ഇങ്ങനെ തുറന്നിട്ട് വേസ്റ്റ് ഇടാൻ കാണിച്ചു തരാം. ഇങ്ങനെ അടപ്പിട്ട് കഴിഞ്ഞാൽ ഇതാ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ജനലിനാണ് എന്താണ് തൂക്കിയിടാറിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ഇതുണ്ട്, അതുപോലെ ഒരു ഗമ്മും കൂടി ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കാണിക്കാം. പിന്നെ ജനലിൽ എന്തപ്പാ ഇങ്ങനെ തൂക്കിയിടും. എന്നിട്ട് ഇതാ വേസ്റ്റ് ഇങ്ങനെ ഈ താക്കുമ്പോഴേക്ക് വേസ്റ്റ് വരും കേട്ടോ. ഇങ്ങനെയാണ് യൂസ് ചെയ്യാൻ. ശരിക്കും ഇപ്പോൾ ഇവിടെ ക്യാബിൻ വരികയാണെങ്കിൽ അതിന് തൂക്കാൻ എളുപ്പമാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ ഇതാ സെറ്റായിട്ടുണ്ട്. ഉച്ചക്ക് എപ്പോൾ ഉച്ചയായി, നമ്മൾ കത്തിര എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഉച്ചയായിന്. ഇനി പോയി കഴിക്കുകയാണെങ്കിൽ അന്നേരം വരെ ഉണ്ടാവും. ഇനി നമുക്ക് നൈറ്റ് പണിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് പച്ചരി പുതിർത്ത് വെക്കണം. അണപ്പത്തിൽ ചൂടാന്ന് വിചാരിച്ചു. അപ്പം പച്ചരി പുതിർത്ത് വെക്കാം കേട്ടോ. വയ്യ പുതിർന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ.
അതുപോലെ നമ്മൾ ബീഫ് ഇതവിടെ ഫ്രീസായിട്ടാണുള്ളത്. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കൊട്ടയോടെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഇളക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തണുപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം, അരിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതെന്താണെന്ന് വെച്ചാൽ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ നമ്മുടെ വീട്ടിൽ ഇവിടെ കൊണ്ടു തന്നെയാണ്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന സമയത്ത് പച്ച ഉണ്ടായി, ഭയങ്കര പച്ച ഉണ്ടായി. അപ്പോൾ അത് തിന്നാൻ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതങ്ങനെ കൊട്ടയിൽ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഇന്നിപ്പോൾ തുറക്കുമ്പോഴത്തേക്ക് നല്ലോണം കൊഴുത്തിട്ടുണ്ട്. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മളത്തെ പീച്ചാണ്. പിന്നെന്താണ്, പിന്നെ വാഷിൽ തുണിയപ്പായിട്ടിട്ടുണ്ട്. അപ്പം രണ്ട് ഷെഞ്ചിൻ്റെ മാത്രമേ. അപ്പോൾ അങ്ങനെ ഡെയിലി അലക്കാറില്ല കേട്ടോ. കാരണം ദിവസം അലക്കാനാണെങ്കിൽ ആകെ അത്രയും കുപ്പായം ഉണ്ടാവും. പിന്നെ അതായത് വാഷിൽ അത്രയും ടൈം വെക്കാതെ വേണം വേണ്ടേ, അവിടെ വെക്കാറില്ല. അപ്പം ഇത്തിരി 2-3 കുപ്പായത്തിനകത്ത് വാഷ് കുറേ ടൈം ചെയ്യേണ്ടത് വെച്ചാൽ ഞാനിപ്പം 2 ഡേയ്സ് ആകുമ്പോഴത്തേക്കാണല്ലാന്ന് അടക്കാനിടയിൽ വാഷിൽ. പിന്നെ വൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കൈയോടെ നിന്ന് തലേനെ പുതർത്തിട്ട് വെക്കും വെള്ളത്തിൽ. എന്നിട്ട് പിറ്റേന്ന് അങ്ങനെ അരച്ച് കഴുകാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഷെങ്കിന് കുറേ വൈറ്റ് പിള്ളേരെ നമുക്കറിയാമല്ലോ. വൈറ്റത്തൊക്കെ അതിന് അത് രാവിലത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് കറുപ്പ് കളർ കഴിക്കണം, ചുവന്ന കളർ കഴിക്കണം. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ അത് വെള്ളത്തിൽ കൂട്ടി വെച്ചിട്ട് പിറ്റേന്ന് കഴുകലാണ്. അല്ലാണ്ട് അത് പോവില്ല, വാഷ് കെട്ടാനൊന്നും പോവില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വാഷ് തെളിപ്പായിട്ടിരിക്കുന്നത്. പിന്നെന്താണ്, അപ്പം അതായി കഴിഞ്ഞാൽ അത് അറിയണം. അതാണ് ഇന്നത്തെ പണിയുള്ളത്. ഇനിയിപ്പോൾ നേരെ ചക്കയും കൂടി തിന്നിട്ട് ഞാൻ പുറത്തുനിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോകാൻ കേട്ടോ. കാരണം എന്താണ് ഇന്ന് ചെന്തിന് വാക്സിൻ വെക്കാനുണ്ടായിരുന്നു. ഞാനിപ്പം കുറേ ദിവസമായിട്ട് അങ്ങനെ സ്കൂളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് രാവിലെ നിസ്കരിച്ച് കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ വയ്യേ എണീക്കുള്ളൂ. വയ്യ എണീക്കാന്ന് വെച്ചാൽ ഞാൻ ഉറക്കം കഴിഞ്ഞെങ്കിൽ തന്നെ വെഡുമ്പോൾ എണീക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അപ്പോൾ ഇന്നങ്ങനെ ഭയങ്കര അധികം മടിയുണ്ടായിന്. പിന്നെ വാക്സിൻ വയ്ക്കുകയും വേണം, അങ്ങനത്തെ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അലാറം വെച്ചിട്ട് അലാറം മടിഞ്ഞാണ്. കാരണം 12 മണി വരെ വാക്സിൻ സിസ്റ്റേഴ്സ് അവിടെ മദ്രസിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അലാറം മടിയെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കേൾക്കൂല എന്നെല്ലാം വിചാരിച്ചിട്ട്. പക്ഷെ എന്തിനു വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ സത്യം പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട്. കാരണം കുറേ ഗ്യാപ്പായില്ല. ഇപ്പം ലാസ്റ്റ് നമ്മൾ 1.5 വയസ്സിലല്ലേ സൂചി വെക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റിനൊക്കെ എടുക്കുന്നതല്ലാണ്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ വാക്സിൻ എടുക്കാനായിട്ട് അങ്ങനെ പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പോയപ്പോൾ കുറച്ച് സങ്കടം. എഞ്ചിന് ഫസ്റ്റ് അങ്ങനെ അവിടെ ഇരിക്കുന്നവരെല്ലാം പോയിരുന്നുണ്ടായിട്ടാ. ജസ്റ്റ് സൂചി എടുക്കാൻ കണ്ടപ്പോൾ ഒക്കെ മുകളിലാകെ മാറി സങ്കടം വന്നു. മൊത്തം സങ്കടം കൊണ്ട് തന്നതാണ് കേട്ടോ. എന്തില്ല വലിയ കുഴപ്പമില്ല. ഇപ്പോൾ പനി വരുമെന്നൊന്നും അറിയില്ല. അതിൻ്റെ ഗുളിക കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒരു 6 മണിക്കൂർ കുടുംബ അങ്ങനത്തെ കൊടുത്തിട്ടുണ്ടോ. വന്നപാടൊന്നും കൊടുത്തതിന് വയ്യ കൊടുക്കണം. ഓക്കെ. നമുക്ക് ഇൻഷാല്ലാ വയ്യ കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫോണൊക്കെ മതിയാക്കിയിട്ട് കുറച്ച് കിടക്കാൻ പോവാണ് ഗൈസ്. ബൈ.
അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആണപ്പത്തിൻ്റെ പരിപാടിയിലേക്ക് പോകണം കേട്ടോ. ഇനി ഇതാണ് ഞാൻ പുതിർത്തി വെച്ച അരി നല്ല വൃത്തിക്ക് കഴുകുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതൊക്കെ അരച്ച് പിന്നെ ഇറച്ചിക്കറിക്ക് വേണ്ട തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഗായ്സ്, അപ്പോൾ ഇന്ന് നൈറ്റ് എന്താണ് ആണപ്പത്തിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇൻഷാല്ല ഞാൻ നേരത്തെ ഇട്ട അത്ര വീഡിയോ ഇല്ല ഇന്നത്തെ ഒരു വ്ളോഗ് ഇപ്പോൾ ഇത്തവരെ ഞങ്ങൾ കണ്ടത് വരെ. അപ്പോൾ അതിൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ല നാളെ ഒരു അത് വേറൊരു ദിവസം ഞാൻ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. ഇൻഷാല്ല നാളെ ഉണ്ടാക്കും. ഒരു വീഡിയോ എപ്പോൾ ഇടുന്നറിയില്ല.
അപ്പോൾ ആ ഒരു വീഡിയോ അണപ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇപ്പോൾ അരച്ച് വയ്ക്കും. അതുപോലെ തന്നെ ഏകദേശം ബീഫ് ഇപ്പം ഇനി അടുപ്പിലേക്ക് വെക്കാനേ ഉള്ളൂ, കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇനി. അപ്പോൾ അത് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും അത്. അപ്പം അത് വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡെയിം ലൈഫ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തിരിച്ച് നമ്മളേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ബൈ.